ആദ് ഗോത്രത്തെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഇറമദാത്തിൽ ഇമാദ് തൂണുകളെ പോലെ ഭീമാകാരമായിരുന്ന പൊക്കമുള്ളവരായിരുന്നവർ, അജാന ബാഹുക്കളായിരുന്നവരെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അതുപോലെയുള്ള ഒരു പടപ്പിനെ ഇന്ന് വരെ നാം പടച്ചിട്ടില്ല കേട്ടോ, ഈ ദുനിയാവിലേക്ക് നാം അയച്ചിട്ടില്ല കേട്ടോ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ, ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലഹു ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അങ്ങനെ ഖുർആൻ പറഞ്ഞത്. ഇതുപോലെ ഒരു സൃഷ്ടി ഇന്ന് വരെ പടച്ചിട്ടില്ല. തേങ്ങ ഇടണമെങ്കിൽ അവന്മാരെ വേണം വിളിക്കാം. ഇന്നിപ്പോ തേങ്ങ ഇടാൻ ആളില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. അവന്മാരുണ്ടെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഇരുന്നിട്ട് മുട്ടുവെച്ച് ഇങ്ങനെ കേട്ട് വരും. അത്ര പൊക്കമാണ്. കൈ മേളോട്ട് കൊണ്ടുപോണ്ട, കൈ താഴോട്ട് വെക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും അവരുടെ പൊക്കം? ഖുർആൻ പറയാ ഇങ്ങനത്തെ ഒരു സൃഷ്ടി ഇന്ന് വരെ പടച്ചിട്ടില്ല. അവരിന്നുണ്ടായിരുന്നെങ്കിൽ റോഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മളൊക്കെ തെറിച്ചു പോകും. ഒറ്റത്തട്ടിന് യാ അല്ലാഹ് കോട്ടയം വീട്ടിലെത്തി റാഹത്താവും. അത് കഴിഞ്ഞ അവിടെ ഒറ്റത്തട്ടായിരിക്കും. അത്ര സ്പീഡാണ്. അജാന ബാഹുക്കളാണ്, ചെറിയ വലിപ്പമൊന്നുമല്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അത്തരത്തിലുള്ള വലിയ അജാന ബാഹുക്കളായിരുന്നവർ. വസമൂദല്ലദീന ജാബുസ്സഖറ ബിൽവാദ്. സമൂദ് ഗോത്രത്തിലെ ആളുകളെ പറ്റി ഖുർആൻ പറയുകയാണ് അവർ മലകൾ തുരന്നുകൊണ്ട് വസിച്ചിരുന്നവരാണ്, പാറ തുരന്നിട്ട് അതിനുള്ളിൽ കടന്നിരുന്നവരാണ്. വസമൂദല്ലദീന ജാബു സഖറ ബിൽവാദ്. പാറത്തുരക്ക എന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് ഉറങ്ങും. അങ്ങനത്തെ ടീം. JCB ഒന്നുമല്ല, സ്വന്തം കൈ കൊണ്ട് ഇങ്ങനെ മാന്ത്. അല്ലാഹ് ഹലാക്കിന്റെ കൈയാണ്. വീണ്ടും മാന്തിയിട്ട് അതിനുള്ളിലോട്ട് കയറി കിടക്കുക. ഖുർആൻ പറഞ്ഞതാണ് അവിശ്വസിച്ചാൽ കാഫിറാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ വലിയ ടീംസ് ആയിരുന്നു അവര്. സമൂദ് ഗോത്രക്കാർ പാറ തുരന്നിട്ട് അതിനുള്ളിൽ കടക്കും. അങ്ങനത്തെ ടീമാണ്. അവരിലേക്കാണ് ആരെ അയച്ചത്? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാം. സാലിഹ് നബി അലൈഹിസ്സലാം അവരിലേക്ക് ചെന്നപ്പോൾ അവർ ആവശ്യം ഉന്നയിക്കുകയാണ്, അല്ലയോ സാലിഹേ, നിന്നെ കൊണ്ടും നിന്റെ റബ്ബിനെ കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ കാണുന്ന പാറക്കെട്ട് പ്രസവിക്കുകയും അതിനുള്ളിൽ നിന്ന് ഒട്ടകം കടന്നു വരികയും ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് ചുരത്തുകയും ചെയ്യണേ. അത് കുടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണേ. എങ്കിൽ മാത്രമേ നിന്നെ കൊണ്ടും നിന്റെ റബ്ബിനെ കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞപ്പോ സാലിഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദർബാറിലേക്ക്, ആകാശത്തിന്റെ അധിപനിലേക്ക് കരമുയർത്തുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ സമൂഹം ഉന്നയിക്കുന്ന ആവശ്യം ചെറുതല്ല അല്ലാഹ്, ചെറുതല്ല അല്ലാഹ്. ചെറിയ ആവശ്യമല്ല, വലിയ ആവശ്യമാണ് ഇവര് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് എന്താണ് അവരുടെ ആവശ്യം. സാലിഹ് നബി അലൈഹിസ്സലാം കാര്യം പറയുകയാണ്, പാറക്കെട്ട് പ്രസവിക്കണമത്രേ, അതിൽ നിന്ന് ഒട്ടകം പുറപ്പെട്ടു വരണമത്രേ, ആ ഒട്ടകത്തിന്റെ പാലിവർക്ക് ചുരത്തി കുടിക്കണമത്രേ. വല്ലാത്തതാകുന്ന കാര്യമാണ്, നടക്കാത്തതായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബിയോട് പറയുകയാണ്, സാലിഹേ, ആ കാണുന്ന പാറക്കെട്ടിലേക്ക് നിന്റെ വിരലൊന്ന് ചൂണ്ടണേ സാലിഹേ. പാറ പൊട്ടുന്നതാണ്, അതിൽ നിന്ന് ഒട്ടകം പുറപ്പെട്ടു വരുന്നതാണ്. സാലിഹ് നബി അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് പ്രകാരം പാറക്കെട്ടിലേക്ക് വിരലങ്ങ് ചൂണ്ടുകയാണ്. 9 മാസവും 10 ദിവസവും ഗർഭിണിയായ, പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവ നോമ്പ് അനുഭവിക്കുന്നത് ഏതുപോലെയാണോ അതേപോലെ പാറക്കെട്ടിൽ നിന്ന് പ്രസവത്തിന്റെ വേദനയും നൊമ്പരവും ശബ്ദവും കേൾക്കുകയാണ്. പാറക്കെട്ട് പ്രസവിക്കുകയാണ്, അതിൽ നിന്ന് സുന്ദരിയായ ഒട്ടകം പുറപ്പെട്ടു വരുകയാണ്. ആ ഒട്ടകത്തിന്റെ പാല് ചുരത്തി ജനങ്ങൾ മുഴുവൻ ആളുകളും കുടിക്കുകയാണ്. ആ ഗോത്രക്കാര് 5000 പേരുണ്ടായിരുന്നു എന്ന് നബി റസൂലുള്ളാഹി. എത്ര ആളുകൾ? 5000 പേരാണ് ആ ഗോത്രക്കാർ. അവർക്ക് എല്ലാവർക്കും കുടിക്കാൻ കൊടുത്തു.
സാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ദേ നിങ്ങൾക്ക് ഒരു ദിവസം അടുത്തുള്ള തടാകം കാണിച്ചു കൊടുത്തു. ഈ തടാകത്തിൽ നിന്ന് 5000-ഓളം വരുന്ന ജനങ്ങളെ നിങ്ങൾക്ക് ഈ തടാകത്തിൽ നിന്ന് പാനം ചെയ്യാൻ ഒരു ദിവസം ഈ തടാകത്തിലെ വെള്ളം മുഴുവൻ ആർക്ക് കൊടുക്കണം? ഒട്ടകത്തിന് കൊടുക്കണം. അന്ന് നിങ്ങൾ കുടിക്കാൻ പാടില്ല. വേണമെങ്കിൽ തലേന്ന് നിങ്ങൾക്ക് അല്പം ശേഖരിച്ചു വെക്കാം. ആകെയുള്ള ഒരു തടാകമാണ്. ഒരു പരീക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബി അലൈഹി സ്വലാമിനോട് ഈ രീതിയിൽ കൽപ്പിച്ചു. സാലിഹ് നബി സമൂഹത്തോട് പറഞ്ഞു. അതാണ് ഖുർആൻ പറയുന്നത്. എന്ത്? നഖതല്ലാഹി വസുഖിയാഹാ. ഈ ഒട്ടകത്തെയും ഒട്ടകത്തിന്റെ കുടിനീരിനെയും ശ്രദ്ധിക്കണേ. ഈ ഒട്ടകത്തെ ഇല്ലായ്മ ചെയ്യരുതേ. ഒന്ന് ഗൗനിക്കണേ നാട്ടുകാരെ, ഒന്ന് ഗൗനിക്കണേ ഗോത്രക്കാരെ. സമൂഹ ഗോത്രത്തോട് പറഞ്ഞു. പക്ഷെ 2 സ്ത്രീകൾ അവിടെ വല്ലാത്ത വർക്ക് ചെയ്തു എന്നാണ് ഉലമാ രേഖപ്പെടുത്തുന്നത്, ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത്. സ്ത്രീകൾ ഒരുമ്പെട്ടാൽ വലിയ വിഷയമാണ്. 2 സ്ത്രീകൾ വഴിതിരിക്കാൻ വേണ്ടി സമൂഹത്തിൽ തന്നെ ശ്രദ്ധിച്ചു. ഒന്ന് മുസ്ലിമത്തായ പെണ്ണാണ്, സദൂഫ് എന്നാണ് അവളുടെ പേര്. സദൂഫ് മുസ്ലിമത്ത. അവളുടെ ഭർത്താവിനെ അവൾ സ്വയമായി ഉപേക്ഷിച്ചു, ഭർത്താവിനെ ഒഴിവാക്കി. എന്നിട്ട് അവൾ സ്വന്തം കൊച്ചാപ്പയുടെ മകൻ, എളാപ്പയുടെ വാപ്പാടെ അനിയത്തിനെ ഇവിടെ പറയാ, എളാപ്പയുടെ മകനോട് പറഞ്ഞു, നിനക്കെന്റെ ശരീരം പങ്കിടാൻ ഞാൻ നൽകാം. കൊച്ചാപ്പാടെ മകനെ നോക്കി നടക്കുക, തൈക്കളവികളെ നോക്കി നടക്കുക. ഇപ്പൊ അങ്ങനത്തെ കാലഘട്ടമാണ്. 18-20 വയസ്സുള്ള പെണ്ണിനൊന്നും വേണ്ട, 56-70 വയസ്സുള്ള താത്തായെ മാത്രം മതി. വലിയ കിളവികളെ നോക്കുന്ന കാലഘട്ടമാണ്. 5 പ്രസവിച്ചാണെങ്കിൽ റാഹത്ത്, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് നിൽക്കും. അതാണ് കാലഘട്ടം. അപ്പൊ എളാപ്പയുടെ മകൻ ഇങ്ങനെ നോട്ടം ഇട്ടിരിക്കുക, വലിയ താല്പര്യത്തോടു കൂടി ഇരുന്നാണ്. അപ്പോ ഉണ്ട് ഓഫറാണ്, വലിയ ഓഫറാ. എന്താ ഓഫർ? ഞാൻ നിനക്ക് കടന്നു തരാം. എന്ത് വേണം? ഈ സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്നുകളയണം. അതാണ് സദൂഫ് എന്ന് പറയുന്ന മുസ്ലിമത്തായ പെണ്ണ് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാഫിറാകുന്ന തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട വ്യക്തിയോട് മിസ്ദ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറയാം, മിസ്ദയെ, നിനക്ക് ഞാൻ കടന്നു തരാം. നീ ചെയ്യേണ്ടതൊന്നു മാത്രം, സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്നുകളയണം. മറ്റൊന്ന് ചരിത്രം പറയുന്നു, ഉനൈസത്ത് എന്ന പേരുള്ള സ്ത്രീ, വഹിയ കാഫിറത്തായിരുന്നു, അജൂസത്ത, പടുകിഴവിയാണ്. അതുകൊണ്ട് ഇനി കടക്കാനൊന്നും വരാം, വല്ലാത്ത വേദനയാണ്, ബുദ്ധിമുട്ടും വിഷമമാണ്. അതുകൊണ്ട് ഇനി എന്തേ പറ്റുള്ളൂ? എന്റെ 4 തരണിമണികളാകുന്ന സുന്ദരികളാകുന്ന 18 തികഞ്ഞ മക്കളുണ്ട്, 4 പെൺമക്കൾ. ആ 4 പെൺമക്കളോടൊപ്പം നീ ശാരീരികമായി ബന്ധപ്പെട്ടോ, അവരൊക്കെ കിടപ്പറ പങ്കിടാനുള്ള സൗകര്യം ചെയ്തു തരാം. ഒരു ഉമ്മ പറയാൻ. പക്ഷെ നീ എന്ത് ചെയ്യണം? ഖുദാർ ബിൻ സാലിഫ് എന്ന് പറയുന്ന അക്കാലഘട്ടം കണ്ട ഏറ്റവും വലിയ മോശപ്പെട്ട വ്യക്തി, കള്ളും കഞ്ചാവുമായിട്ട് അന്ന് നടക്കുന്ന വ്യക്തിയാണ്. സമൂഹ ഗോത്രത്തിന്റെ വലിയൊരു മോശപ്പെട്ട വ്യക്തിയാണ്. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ, നീ പോയിട്ട് സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്നുകളയണം. നിനക്കെന്ത് തരാം? 4 പെണ്ണുങ്ങളെ തരാം. ഏതാ 4 പെണ്ണ്? എന്റെ 4 മക്കള്, 4 പെൺമക്കളെ നിനക്ക് ഞാൻ ചെയ്തു തരാം, വിവാഹം ചെയ്തു തരാം. 2 പേർക്കും വലിയ ഹാപ്പിയായി. ഒന്ന് സദൂഫ് എന്ന് പറയുന്ന മുസ്ലിമത്തായ പെണ്ണ്, അവളുടെ എളാപ്പയുടെ മകൻ മിസ്ദ. മറ്റൊന്ന് കാഫിറത്തായ ഉനൈസത്ത് എന്ന് പറയുന്ന പെണ്ണിന്റെ പ്രലോഭനങ്ങൾ കേട്ടുകൊണ്ട് 4 പെൺമക്കളെ ശാരീരികമായി ബന്ധപ്പെടാൻ കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ, ഖുദാർ ബിൻ സാലിഫ്. ചരിത്രം പറയാൻ ഭയങ്കര ചരിത്രമാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ചരിത്രങ്ങളാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. ഖുർആനിൽ 100-ൽ 90% അഖ്ബാറുകളാണ്, മനോഹരമായ ചരിത്രങ്ങളാണ്. പഠിക്കണം നമ്മൾ. 10% മാത്രമേ അഹ്കാമുകളുള്ളൂ. നിസ്കരിക്ക്, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്ക്, ഹജ്ജ്, സദഖ നൽകി, കള്ളു കുടിക്കരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, മോശമായ രീതിയിൽ നീ നടക്കാൻ പാടില്ല. ഇങ്ങനെ കൽപ്പന നിരോധന ക്രിയകൾ 10%മേ ഉള്ളൂ ഖുർആനിൽ. ബാക്കി മുഴുവൻ 90% എന്താണ്? അഖ്ബാറുകളാണ്, മനോഹരമായ ചരിത്രങ്ങൾ, നല്ല നല്ല ചരിത്രം. ഖുർആൻ തുടങ്ങുന്നത് തന്നെ സൂറത്തുൽ ബഖറ 2-ാം അധ്യായം പശുവിന്റെ ഒരു ചരിത്രം പറഞ്ഞിട്ടാണ്. ആർക്കെങ്കിലും അറിയോ ചരിത്രം? ആർക്കെങ്കിലും അറിയോ? അറിയുന്നവർ വളരെ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സൂറത്തുൽ ബഖറ 2-ാം സൂക്തം തന്നെ തുടങ്ങുന്നത് വലിയ മനോഹരമായ ചരിത്രം പറഞ്ഞിട്ടാണ്. അങ്ങനെ ചരിത്രങ്ങളാണ് മുഴുവനും. സൂറത്ത് യൂസുഫ് ചരിത്രം തന്നെയാണ് മുഴുവനും.
സൂറത്തുൽ ഖസസ് ചരിത്രങ്ങളുടെ വലിയൊരു ഘോഷയാത്രയാണ് ആ സൂക്തത്തിലൂടെ അല്ലാഹു നടത്തുന്നത്. ഒരുപാട് സൂക്തങ്ങൾ ഇങ്ങനെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധമായ ഇസ്ലാമിൽ നടന്ന മനോഹരമായ ചരിത്രങ്ങളാണ്, കെട്ടുകഥകളല്ലല്ലോ. സാലിഹ് നബി അലൈഹിസ്സലാം ഗോത്രക്കാരോട് പറയുകയാണ്, നാഖത്തല്ലാഹി വസുഖയാഹാ, നാഖത്തല്ലാഹി വസുഖയാഹാ. അല്ലാഹുവിന്റെ ഒട്ടകമാണിത്, ഒട്ടകത്തെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഒട്ടകത്തിന്റെ കുടിനീരൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഒട്ടകത്തെ നിങ്ങളൊന്ന് ഗൗനിക്കണേ. രണ്ട് സ്ത്രീകൾ ഇറങ്ങി തിരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മിസ്ദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എളാപ്പയുടെ മകനിതാ ഒളിഞ്ഞു നിന്നുകൊണ്ട് ഒട്ടകം തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് കയറി വരുമ്പോ ഒട്ടകത്തിന്റെ കാലിലേക്ക് അമ്പയ്യുകയാണ്, കാലിലേക്ക് അമ്പയ്യുകയാണ്. ഒട്ടകം നിലത്ത് വീഴാൻ വേണ്ടി തുനിയവേ ഓടിച്ചെന്നുകൊണ്ട് ഖുദാർ ബിൻ സാലിഫ് അതിന്റെ കണങ്കാലിലേക്ക് വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയാണ്, വീഴ്ത്തുകയാണ്. ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, മന്നസ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പരാജിതനാരാ, ഏറ്റവും വലിയ തെമ്മാടിയാരാണ്, ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ സഹാബാ, ഏറ്റവും വലിയ തമ്മാടി, ഏറ്റവും വലിയ പരാജിതൻ ആരെന്നറിയുമോ? ഖുദാർ ബിൻ സാലിഫ്. ഒട്ടകത്തിന്റെ കണങ്കാല് നോക്കി വെട്ടി വീഴ്ത്തിക്കൊണ്ട് 4 സ്ത്രീകളെ ശാരീരികമായി ബന്ധപ്പെടാൻ കിട്ടുമെന്ന കാഫിറത്തായ പെണ്ണ് പറഞ്ഞപ്പോ അവരുടെ പ്രിയപ്പെട്ട മക്കളെ സംയോഗത്തിന് വേണ്ടി റെഡിയാക്കി വെച്ചപ്പോ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച ഖുദാറില്ലയോ, ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായ മനുഷ്യനാണ് അവനെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ്. സ്ത്രീ ഒരുമ്പെട്ടാൽ എല്ലായിടത്തും പ്രശ്നമാണ്. അതുകൊണ്ടല്ലേ ഈ അടുത്തിടെ പത്രമാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കണേ, ജോളി എന്ന പെണ്ണ് ജോളി അടിച്ചുകൊണ്ട് 16 വർഷത്തോളം നീണ്ടതാകുന്ന പരിശ്രമത്തിൽ കൊന്നൊടുക്കിയത് ചില്ലറ ആളുകളെയല്ല, സ്വന്തം ഭർത്താവിനെ, ഭർത്താവിന്റെ മാതാപിതാക്കളെ, അൽഫൈൻ എന്ന് പറയുന്ന 2 വയസ്സുള്ള പൊന്നുമോനെ പോലും മനോഹരമായ രീതിയിൽ കൊന്നുകളഞ്ഞത് എത്ര ആസൂത്രിതമായിട്ടാണ്, എത്ര ആസൂത്രിതമായിട്ടാണ്. നഊദു ബില്ലാഹ്. അവന് കൊടുക്കുന്ന ബ്രെഡിൽ സൈനൈഡ് ചേർത്തുകൊണ്ട് കൊന്നുകളഞ്ഞ ക്രൂരതയുടെ വലിയ മുഖമല്ലേ പെണ്ണ് ലോകത്തിന് സമ്മാനിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖളറാ, ഈ ദുനിയാവ് പച്ച പരിതാപകമാണ്, ഹരിതാപകമാണ്, മനസ്സിന് വല്ലാതെ കുളിർമ നൽകുന്നതാണ്. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, അല്ലാഹു നിങ്ങളെ ഈ ദുനിയാവിൽ അവന്റെ പ്രതിനിധികളാക്കിയിരിക്കുകയാണ്. റബ്ബിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ. അവൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോ നിങ്ങളിലൂടെ അറിയപ്പെടണമെന്ന് ചിന്തിച്ചിട്ടാണ് ഈ ഭൗതിക ലോകത്തേക്ക് അല്ലാഹു നിങ്ങളെ പടച്ചത്. അതുകൊണ്ട് ഫത്തഖു ദുനിയാ വത്തഖുൻ നിസാ, ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളെ ഒന്ന് സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. അത് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്നതിലേക്ക് കടന്നു വരണേ, കടന്നു വരണേ. വത്തഖുൻ നിസാ, സ്ത്രീകളെ എന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരണം ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ കത്തലങ്ങളിൽ കോറിയിട്ട് നൽകുന്നതിന്റെ മുഖ്യ പങ്ക് നിങ്ങളുടെ ഭാര്യയാണ്, മുഖ്യ പങ്ക് നിങ്ങളുടെ ഉമ്മയാണ്. അതുകൊണ്ട് സ്ത്രീ വർഗത്തെ ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. ഫത്തഖു ദുനിയാ, ഭൗതിക ലോകത്തെ ഒന്ന് ശ്രദ്ധിക്കണേ. അതിന്റെ ആഡംബര ആസ്വാദനങ്ങളിലേക്ക് മുഴുകി നീ ജീവിക്കരുതേ. വത്തഖുൻ നിസാ, ഭൗതിക ലോകത്തേക്ക് നിന്നെ കൊണ്ടുപോയി എത്തിക്കുന്നതായ ഇഹലോക ചിന്തയിൽ മാത്രം നിന്നെ തളച്ചു
മറച്ചിടുന്നതായ സ്ത്രീകളെ ഒന്ന് ശ്രദ്ധിക്കണേയെന്ന് നബിയുനാ റസൂലുള്ളാഹി. കൊലപാതകൾ നടത്താൻ മടിയില്ലാത്തവരാണവർ, മോശമായ രീതിയിൽ കൊന്നു കളയാൻ മടിയില്ലാത്തവരാണവർ. മോശപ്പെട്ട ചിന്ത വെച്ചാൽ അവരെക്കാൾ മോശമായ ആളുകളില്ല. അതുകൊണ്ട് അവരെ ഒന്ന് ശ്രദ്ധിക്കണേ, അവർക്ക് തീരൊന്നു കൊടുക്കണേ. വല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, സ്ത്രീകൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുകയും സൂറത്തുൻ നൂർ പ്രത്യേകമായി പഠിപ്പിക്കുകയും ചെയ്യണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആത്മീയമാകുന്ന വിദ്യാഭ്യാസം മക്കൾക്ക് അനിവാര്യമാണ്. അത് മദ്രസയിലൂടെ കൊടുക്കൽ അനിവാര്യമാണ്. ഇന്ന് 16-17 വയസ്സെത്തിയ മക്കൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാ. ഓരോരുത്തരും വിളിച്ചു ചോദിക്കുന്നു, ഉസ്താദേ എന്റെ മകളെ ഓതാൻ വിടാൻ വല്ല സ്ഥലവുമുണ്ടോ? വീട്ടിൽ നിക്കക്കളിയില്ല, അവൾ എപ്പോഴും മോശപ്പെട്ട രീതിയിലാണ്. മൊബൈൽ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, ടിക്ടോക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയോടെ ആമങ്ങളിൽ കാമുകനുമായി രഹസ്യമായ രീതിയിൽ പുതപ്പിന്റെ കീഴിൽ വെച്ചുകൊണ്ട് ചാറ്റിംഗ് നടത്തുകയാണ്. വാപ്പ തൊട്ടപ്പുറത്ത് റൂമിലുണ്ട്, ഉമ്മയിതാ തൊട്ടപ്പുറത്ത് റൂമിലുണ്ട്, സഹോദരനുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുക്കാരുണ്ട്. ആരും അറിയാതെ രഹസ്യമായ രീതിയിൽ തന്റെ കാമുകനുമായി വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റിംഗ് നടത്തുന്ന ലോകത്തിലേക്ക് നമ്മുടെ മങ്കമാര് മാറിയില്ലയോ? 40 കഴിഞ്ഞ പ്രിയപ്പെട്ട ഉമ്മ സ്വന്തം മക്കളോടൊപ്പം നിന്നുകൊണ്ട് ടിക്ടോക്ക് കളിക്കുന്ന യുഗത്തിലേക്ക് സമൂഹം മാറിയില്ലയോ? അത് പതിച്ചില്ലയോ? എത്രയോ മോശമായ ലോകത്തേക്ക് സമൂഹം മാറിയില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിയല്ലയോ? ശരിയല്ലയോ? ദുനിയാവിനെ ഒന്ന് സൂക്ഷിക്കണേ, ഈ സ്ത്രീകളെ ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട് സഹാബ. സയതി സമാനുൻ അലാ ഉമ്മതി യദ്ഖുലൂന ജഹന്നമ ബിഅബവൈ. ഒരു കാലഘട്ടം എന്റെ സമൂഹത്തിന് കടന്നു വരാനുണ്ട് സഹാബ. ആ കാലഘട്ടത്തിലുള്ളതാകുന്ന മക്കള് മാതാപിതാക്കൾ കാരണമായി, ഉമ്മ കാരണമായി, ഉപ്പ കാരണമായി നരകത്തിലേക്ക് കടക്കും സഹാബ, നരകത്തിലേക്ക് പ്രവേശിക്കും സഹാബ. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് റസൂലേ, ഒന്ന് പറഞ്ഞു തരണേ ഹബീബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ സഹാബാ, ഏത് രീതിയിലെന്നറിയുമോ? നിങ്ങൾ പഠിച്ചു വെക്കേണ്ട യാഥാർത്ഥ്യമാണ്, നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട യാഥാർത്ഥ്യമാണ്. സ്വർഗത്തിലെ പരിശുദ്ധമായ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ അവനിതാ ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾ, കുടുംബാദികൾ പട്ടിണിയാകരുതെന്ന് കരുതി പ്രവാസ ലോകത്തേക്കോ നാട്ടിലെവിടെയെങ്കിലും തന്നെ ഖൈറായ ജോലി തേടിക്കൊണ്ടിരിക്കുമ്പോ യുകല്ലിഫാനിഹി അലൽ ഹറാം, മാതാപിതാക്കൾ മക്കളോട് ഹറാമ സമ്പാദിക്കുന്നതിന് മേൽ നിർബന്ധിക്കുമേ. മക്കളോട് പറയും, മകനെ നീ വരുമ്പോ നിന്റെ അയൽവാസിയിലേക്ക് നോക്കുന്നില്ലേ, ശുക്കൂറിലേക്ക് നോക്കുന്നില്ലേ, അഷ്റഫിലേക്ക് നോക്കുന്നില്ലേ? അവൻ കേവലം 3 വർഷം കൊണ്ട് ഗൾഫിൽ പോയി, UAE പോയി സമ്പാദിച്ചു കൊണ്ടുവന്ന മനോഹരമായ വീട് കണ്ടില്ലേ? അവനിതാ ഇന്നോവയിൽ നടക്കുന്നുണ്ട്, അവനിതാ മനോഹരമായ കാർ വാങ്ങിച്ചിട്ടുണ്ട്, അവനിതാ വടകര ടൗണിൽ മനോഹരമായ ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ 10 വർഷമായി പോയിട്ട് എന്തുണ്ടാക്കിയടാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കുറ്റപ്പെടുത്തുമ്പോ മകന് ചിന്തിക്കുകയാണ്, ഞാൻ ഇതുവരെ ചെയ്തതാകുന്ന ജോലി ഹലാലാണ്, ഹലാലാണ്. ഈ ഹലാലായ സമ്പാദ്യത്തിലൂടെ എനിക്ക് എന്റെ ജീവിതം സന്തോഷകരമാക്കാൻ കഴിയൂല. എന്റെ ഉമ്മാന്റെ സംതൃപ്തി, എന്റെ വാപ്പാന്റെ സംതൃപ്തി, എന്റെ ഭാര്യയുടെ സംതൃപ്തി കരഗതമാക്കാൻ പറ്റൂല. യുകല്ലിഫാനിഹി അലൽ ഹറാം, വാപ്പാന്റെയും ഉമ്മാന്റെയും നിർബന്ധം കാരണമായി ഈ മകൻ പിന്നീട് അടുത്ത വിസയ്ക്ക് പോകുന്നത് ഹറാമായ ജോലിക്കാണ്, ഹറാമായ സ്ഥലത്തേക്കാണ്, തലത്തിലേക്കാണ്. വീട്ടിൽ ഭാര്യയ്ക്ക് പ്രശ്നമല്ല, മാസം അവൾക്ക് കിട്ടിയാൽ മതി, പൈസ കിട്ടിയാൽ മതി, അത് ഡ്രാഫ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് കിട്ടിയാൽ മതി. ഉമ്മക്കറിയേണ്ട മനോഹരമായ വീട്ടിൽ കിടന്നാൽ മതി, എയർ കണ്ടീഷൻ ഇട്ടുകൊണ്ട് മനോഹരമായ ബെഡിൽ നല്ല സുന്ദരമായ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ
എന്റെ മകൻ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നതിൽ കണക്കില്ല. യുകല്ലിഫാനിഹി അലൽ ഹറാം ഫയദ്ഖുലു ഫയക്സിബു മാലൽ ഹറാം. വാപ്പാന്റെയും ഉമ്മാന്റെയും നിർബന്ധം ചെലുത്തൽ കാരണമായി അവൻ ഹറാം സമ്പാദിക്കുകയാ. അതിലൂടെ നരകത്തിന്റെ കവാടം അവന്റെ മുന്നിൽ തുറക്കപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മാതാപിതാക്കൾ കാരണമായി മക്കൾ നരകത്തിലേക്ക് കടക്കുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന് പുലർന്നില്ലയോ? കുറഞ്ഞ കാലഘട്ട ജീവിതത്തിന് വേണ്ടി മനുഷ്യൻ അവന്റെ ഭാര്യയെ കൊല്ലുകയാണ്, അവന്റെ ഭർത്താവിനെ കൊല്ലുകയാണ്, ഭർത്താവിന്റെ രക്ഷിതാക്കളെ കൊല്ലുകയാണ്, കുടുംബത്തിൽപ്പെട്ട പലരെയും കൊന്നൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? കുറഞ്ഞ കാലഘട്ട ജീവിതത്തിലെ ആസ്വാദനത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടിയാണ് നടത്തുന്നത് എങ്കിൽ സ്ത്രീകളെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉനൈസത്ത് എന്ന കാഫിറത്തായ പെണ്ണിന്റെ വർത്തമാനം കേട്ടുകൊണ്ട് അവരുടെ 4 പ്രിയപ്പെട്ട മക്കളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ളതാകുന്ന ഭൗതിക ലോകത്തിന്റെ ത്വര ഓർത്തുകൊണ്ട് ഖുദാർ ബിൻ സാലിഫ് എന്ന സമൂദ് ഗോത്രത്തിലെ മോശപ്പെട്ടവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഒട്ടകത്തിന്റെ കണങ്കാല് നോക്കി വെട്ടി വീഴ്ത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ ഗുണ്ടയാണ് ഖുദാർ അല്ലദീ ഹഖറ നാഖത്തല്ലാഹ്. അല്ലാഹുവിന്റെ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തവനാണവനെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഒട്ടകമെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആരുടെ ഒട്ടകത്തെ പറ്റി? സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തെ പറ്റി. അങ്ങനത്തെ വലിയ പ്രവാചകൻ, ഇത്രയേറെ ചരിത്ര പശ്ചാത്തലങ്ങളുള്ള പ്രവാചകൻ, അദ്ദേഹത്തെ അള്ളാഹു അയച്ചത് എവിടേക്ക് മാത്രം? എവിടേക്കാണ്? സമൂദ് എന്ന ഗോത്രത്തിലേക്ക് മാത്രം. അതാ ഖുർആൻ പറഞ്ഞത്, വഇലാ സമൂദ അഖാഹും സാലിഹാ. സമൂദ് എന്ന ഗോത്രക്കാരെ മാത്രം നന്നാക്കിയാൽ മതി സാലിഹേ. അവിടേക്ക് മാത്രമായി സാലിഹ് നബിയെ നാം നിയോഗിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ നബിയാകുന്ന മുഹമ്മദ് നബിയെയോ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകരിലേക്ക് മുഴുവനുമുള്ള മെസ്സഞ്ചറാണ് ഹബീബുനാ റസൂലുള്ളാഹി. നബിയുടെ മഹത്വം മനസ്സിലായോ? അനക്കമില്ലെല്ലാവർക്കും. മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സാധാരണ വ്യക്തിയാന്ന് പറയുന്നത്. ഒരിക്കലുമല്ല സാധാരണ വ്യക്തിയല്ല, സാധാരണ വ്യക്തിത്വം മുഹമ്മദ് റസൂലുള്ളാഹി. ആയത്തോതാനാണ് ഇനിയുണ്ട്, ഒരുപാട് ആയത്തോതേണ്ടി വരും. ഓരോ പ്രവാചകന്മാർക്കും പറയേണ്ടി വരും. നമ്മളിപ്പോ ആദ് ഗോത്രത്തിലേക്ക് ആരെ അയച്ചു? ബഹുമാനപ്പെട്ട ഹൂദ് നബി അയച്ചു. സാലിഹ് നബി അയച്ചത് സമൂദ് എന്ന ഗോത്രത്തിലേക്ക് മാത്രം. 2 ഗോത്രം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മണിക്കൂർ ഒന്നങ്ങ് പോയി. ഇങ്ങനെ പോ, സമയം കഴിയും. അവിടെ ആരാ അത് പറയുന്നതിനിടെ? അപ്പൊ അടുത്ത ആയത്ത് ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى مدين أخاهم شعيبا. മദിയൻ എന്ന നാട്ടിലേക്ക് മാത്രമാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബിയെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. وإلى مدين أخاهم شعيبا. ശുഐബ് നബി എവിടേക്ക് മാത്രം?
എവിടെയൊക്കെ മാത്രം? മദിയൻ, ഒരു നാട്ടിൻ പ്രദേശം. നമ്മുടെ നാടിന്റെ എവിടെ? വള്ളിക്കാടോ, മണിതാരുത്തോ, മണിയാറ, ചെറിയ പ്രദേശം. ഇതുപോലൊരു ചെറിയ പ്രദേശം. ആ നാട്ടിലേക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു ഒരു പ്രവാചകനെ. എന്നിട്ട് അദ്ദേഹത്തോട് പറയാൻ, നിങ്ങൾ ആ നാട്ടുകാരെ മാത്രം നന്നാക്കിയാൽ മതി. അള്ളാഹു അപ്പുറത്ത് ചോറോടുണ്ടല്ലോ, അതൊക്കെ അവർ ചോറുണ്ടോണ്ട് പോയിക്കോട്ടെ, നിങ്ങൾ അവിടെ ഒന്നും പോകണ്ട, നിങ്ങൾ ഇവിടെ മാത്രം നന്നാക്കിയാൽ മതി. ഈ നാട്ടുകാരെ മാത്രം നന്നാക്കിയാൽ മതി, വേറെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും ഒന്നും പോകണ്ട. അങ്ങനെ ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് പോലെ അത് വളരെ വലിയ വിഷയമാണത്. ആ നാട്ടുകാരെ മാത്രം റെഡിയാക്കിയാൽ മതി, അതിനപ്പുറം ഇപ്പുറം ഒന്നും പോകണ്ട. അങ്ങനെ ഒരു നാട്ടിലേക്ക് മാത്രം, മദിയൻ എന്ന നാട്ടിലേക്ക് മാത്രം അയച്ചു. ആരെ? ശുഐബ് നബി. ഉറക്കെ പറയുന്നത് എല്ലാരും പറയുന്നില്ലല്ലോ. ശുഐബ് നബി. പ്രവാചകന്മാരുടെ പേര് ആർക്കെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉള്ളവരെന്ന് കൈവർത്തിക്കോ നോക്കട്ടെ. പ്രവാചകന്മാരുടെ ആരെങ്കിലും പേരുള്ളവർ? മുഹമ്മദ് എന്ന പേരൊക്കെ ഉണ്ടോ ആരെങ്കിലും? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഉണ്ടോ? എനക്കയില്ലല്ലോ. അല്ലാ മാഷാ അല്ലാ, രണ്ടുപേരെ. ചിലക്ക് കൈവർത്താൻ പേടിയാ, അവരോട് പിരിവ് വയ്ക്കാനെന്ന് ഓർത്തിട്ട്. പിരിവെന്ന് വയ്ക്കാനല്ല അജാര, പേടിക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ പൈസ കൊണ്ടുപോകാന്ന് പറയാൻ പേടിയാ, ഒന്നുമല്ല. അല്ലാഹു കബൂലാക്കട്ടെ. ഒരു പൊന്നുമോനും ഉണ്ട് അവിടെ, ഒരു കായുണ്ട് അല്ലേ. അല്ലാഹു കബൂലാക്കട്ടെ. നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും നല്ല പേരുകളാണ് അമ്പിയാക്കളുടെ പേര്. തസമ്മൂ ബി അസ്മാഇൽ അംബിയാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശുഐബ് നബി. ശുഐബ് എന്നൊക്കെ സാധാരണ പേര് വെക്കാറുണ്ട്, അതായത് ചോദിക്കാൻ കാരണം. ശുഐബ് നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ അമ്മോശൻ കാക്കയാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം. ഭാര്യയുടെ ഉപ്പ, ഭാര്യയുടെ പേരാണ് സഫൂറ ബീവി റളിയല്ലാഹു അൻഹാ. സഫൂറ ബീവിയുടെ പിതാവാണ് ശുഐബ് നബി അലൈഹിസ്സലാം. മൂസാ നബിക്ക് ഒരു വടിയുണ്ടായിരുന്നു അല്ലേ? വടിയുടെ ചരിത്രം അറിയില്ലേ? താഴെയിട്ട് എന്തായി മാറും? പാമ്പായി മാറും. വീണ്ടും ആ പാമ്പിൽ പിടിച്ചാൽ വീണ്ടും എന്തായി മാറും? വടിയെ മാറും. ഇതാര് കൊടുത്തതാ? അമ്മോശൻ കാക്ക കൊടുത്താൽ. ആര്? ശുഐബ് നബി അലൈഹിസ്സലാം. എന്നല്ല ചരിത്രത്തിൽ കാണാം. ശുഐബ് നബി അലൈഹിസ്സലാമിന് അത് ആദം നബി അലൈഹിസ്സലാം മുഖേന ഓരോ പ്രവാചകന്മാര് കാലക്രമേണ കൈമാറി കിട്ടിയ വടിയാണ്. ശുഐബ് നബിക്ക് കിട്ടിയപ്പോ അദ്ദേഹം മരുമകനാകുന്ന മൂസാ നബിക്ക് കൊടുത്തു അത്രേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഭൗതികവും ആഖിറവും രക്ഷപ്പെട്ടത് ആ ഒരൊറ്റ വടി കൊണ്ട് മാത്രമാണ്. ഫിർഔനും കൂട്ടാളികളും പിടിക്കാൻ വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിൽ കൊണ്ട് ഇരു പാർശ്വത്തിലേക്ക് മാറിയത് ആ വടിയുടെ പ്രത്യേകതയല്ലയോ? ചെറിയ വടിയല്ല. ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിരിക്കുന്ന വടിയാണ് മൂസാ നബി അലൈഹിസ്സലാം. അപ്പൊ അദ്ദേഹത്തിന് ആ വടി കൊടുത്തത് ആരാണ്? ശുഐബ് നബിയാണ്. വലിയ പ്രവാചകനാണ് സയ്യിദുനാ ശുഐബ്. അദ്ദേഹം മകളെ വിവാഹം ചെയ്തു കൊടുത്ത ചരിത്രമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. നല്ല രസമാണ്.